Assalamu alaikum. Welcome to my channel Bake with Shinsi. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മലബാർ റെസിപ്പി ആയിട്ടാണ്. പേരിലായാലും ടേസ്റ്റിലായാലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്, കിളിക്കൂട്. അപ്പോൾ നമ്മുടെ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ആണ്. ഇവിടെ 4 ടീസ്പൂണോളം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ചില്ലീസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മുളക് നന്നായിട്ടൊന്ന് മിക്സായി വന്നു. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വലിയുള്ളി അരിഞ്ഞതാണ്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ പൊടികളാണ്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടിയുടെ ഫ്ലേവേഴ്സ് ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ വെജിറ്റബിൾ മിക്സ് സെറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മളുടെ പൊടികളുടെ ഫ്ലേവേഴ്സ് ഒക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്ലേവറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോയും അതുപോലെ തന്നെ ഈ മിക്സ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൗളിലേക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇന്നത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ മിക്സ് ഒക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ മെയിൻ പ്രൊസീജിയർ ആണ് ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ കാടമുട്ട അതുപോലെ തന്നെ കോഴിമുട്ട, സേമിയ അതുപോലെ തന്നെ നമ്മളുടെ മിക്സ് ഒക്കെയാണ് നമുക്കതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി നമുക്ക് കിളിക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഞാൻ കുറച്ച് എടുത്തിട്ട് ഒന്ന് ബോളാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ബോൾ ആക്കിയതിനു ശേഷം ഇതിലേക്ക് ആണ് നമ്മൾ കാടമുട്ട വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കാടമുട്ട ഒന്നുകൂടെ ഒന്ന് വെച്ച് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതൊന്ന് ബോളാക്കി മാറ്റും. എന്നിട്ട് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സേമിയയിലേക്ക് ആ ബോളൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ കിളിക്കൂട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമ്മളുടെ കിളിക്കൂട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. സേമിയയിൽ മുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ബോൾ തന്നെ ആക്കി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ കിളിക്കൂട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തു. കിളിക്കൂടുകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു. ഇത്ര വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. താങ്ക്